welcome to Joe Movie World. Kingdom movie kandu, a solid action movie by Jersey film director Gautam. Vijay Deverakonda റീസെന്റ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള ഒരു ബെസ്റ്റ് വർക്ക്. ഒരു ആക്ഷൻ പടം നമുക്ക് തിയേറ്ററിൽ നല്ല രീതിയിൽ എൻജോയ് ചെയ്യണമെങ്കിൽ വേണ്ട ചില കാര്യങ്ങളായിട്ട് എനിക്ക് അനുഭവപ്പെടാറുള്ളത് ഒന്ന് ആക്ടിങ് നന്നായിരിക്കണം, അതായത് ലീഡിങ് ആക്ടിങ് റോള് നല്ല രീതിയിൽ വരണം. രണ്ടാമത്തത് ടെക്നിക്കൽ ക്വാളിറ്റി വളരെ ടോപ്പായിട്ട് ചേർന്ന് വരണം. മൂന്നാമത് ഭയങ്കര എന്റർടൈനിങ് ആയിട്ടുള്ള തെരിപ്പിക്കുന്ന BGM വർക്ക്, മ്യൂസിക് വർക്ക് കൂടി വരണം. ഈ മൂന്ന് കാര്യങ്ങൾ അതിന്റെ നല്ലൊരു ചേരുവയിൽ വന്നാൽ തന്നെ മറ്റു ചില പോരായ്മകൾ മറികടന്ന് എൻജോയബിൾ ആയിട്ട് ഒരു പടം നമുക്ക് തിയേറ്ററിൽ എൻജോയ് ചെയ്യാൻ പറ്റും, ആസ്വദിക്കാൻ പറ്റും. ആ ഒരു കാര്യത്തില് കിങ്ഡം പടം വിജയിച്ചു എന്നാണ് എനിക്ക് പേഴ്സണലി അനുഭവപ്പെട്ടത്. അപ്പൊ അതിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് വരാം. ഫസ്റ്റ് ആക്ടിങ് പറഞ്ഞല്ലോ, ഇതിൽ ലീഡിങ് റോളായിട്ട് വന്ന വിജയ് ദേവരകൊണ്ട റീസെന്റ് പടങ്ങളിൽ നിന്ന് മാറി നിന്ന് മൂപ്പര് ഈ പടത്തില് കുറെ കൂടി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള പെർഫോമൻസ് കൊടുത്തിട്ടുണ്ട്. എനർജറ്റിക് ആണ്, ഈവൻ ബോഡി ലാംഗ്വേജ്, സംസാര രീതി, സ്റ്റൈൽ ഓഫ് ഡെലിവറിങ് ഡയലോഗ് എല്ലാം ടോപ്പായിട്ട് ആ ക്യാരക്ടറിനോട് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ വന്നിട്ടുണ്ട്. ഇതുവരെ ഭയങ്കര ആക്ടിംഗ് എന്നല്ല, പക്ഷെ ഈ കഥാപാത്രം വേണ്ട സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ആക്ഷൻ രംഗങ്ങളിലൊക്കെ നല്ല ഫ്ലെക്സിബിലിറ്റി, നല്ല രീതിയിൽ തന്നെ ആക്ഷൻ, അതിന് നമുക്കത് കാണുമ്പോൾ അത് ഫീൽ ആകുന്ന തരത്തിൽ തന്നെ മൂപ്പര് ആക്ഷൻ ചെയ്തിട്ടുണ്ട്. അത് മേക്ക് ചെയ്തേക്കുന്നതും അത് ആ രീതിയിലാണ്. പിന്നെ മറ്റു ആക്ടേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ സത്യദേവ് പിന്നെ ബ്രദർ ക്യാരക്ടറായിട്ട് വന്ന ആള് കുഴപ്പമില്ല എന്ന് പറയാം. പിന്നെ ഇതില് വില്ലൻ റോൾ ചെയ്തത് വെങ്കിടേഷ്, മലയാളിയാണ്. ആള് വളരെ നീറ്റ് ആയിട്ട് സംഭവം ചെയ്തിട്ടുണ്ട്. നമുക്കത് ആ ഒരു വില്ലൻ ഇമ്പാക്ട് ആള് തന്നിട്ടുണ്ട്, അത് കിട്ടും പടം കാണുമ്പോൾ. പിന്നെ നായിക ഭാഗ്യശ്രീ ബോസ്, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നായികയ്ക്ക് വേണ്ടി ഒരു പടം ഇതിനില്ല, സ്കോപ്പ് ഇല്ല. ഒരു സിമ്പിൾ ഫീമെയിൽ ക്യാരക്ടർ വേണ്ടുള്ളൂ. അപ്പോ ഇതിൽ നായിക റോള് വന്നപ്പോ ഭാഗ്യശ്രീക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല, മോശമാക്കിയിട്ടില്ല എന്ന് മാത്രം. പിന്നെ ആ ഒരു അഡ്വാൻറ്റേജ്, ഒരു നല്ല കാര്യമായിട്ട് തോന്നിയത് ഇവൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് സോങ്സ് ഒന്നും ഇവരെ ആഡ് ചെയ്ത് ഇതിന്റെ ഒരു എൻ്റെ ടോൺ, മൂഡ് അവര് സ്പോയിൽ ചെയ്തിട്ടില്ല. അതാണ് ഇതൊരു നല്ല കാര്യമായിട്ട് ഇതിൽ വന്നേക്കുന്നത്. പിന്നെ ഇതൊരു ടെക്നിക്കൽ ക്വാളിറ്റി, അതായത് ടെക്നിക്കൽ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഓൾ ഏരിയ ടോപ്പാണ്. അത് പറയുകയാണെങ്കിൽ ഇത് ഒരു പണ്ടത്തെ കാലഘട്ടത്തിലാണ് ഈ കഥ നടക്കുന്നത്. അപ്പൊ അത് ചിത്രീകരിക്കാൻ വേണ്ട സെറ്റ് വർക്ക്, ആർട്ട് വർക്ക്, പ്രൊഡക്ഷൻ ക്വാളിറ്റി ഒക്കെ ടോപ്പായിരിക്കണം. അത് ഇവര് മികച്ച രീതിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് കളർ ഗ്രേഡിങ്, ഇവൻ കോസ്റ്റ്യൂംസ് വരെ നല്ല ആപ്റ്റ് ആയിട്ടാണ് ഡിസൈൻ ചെയ്തേക്കുന്നത്. പിന്നെ സിനിമാറ്റോഗ്രാഫി, ജോമോൻ ടി ജോണാണ് സിനിമാറ്റോഗ്രാഫി ചെയ്തേക്കുന്നത്. ബ്രില്യന്റ് വർക്ക്, ചില ഇങ്ങനെ ചേസിങ് രംഗങ്ങളൊക്കെ കോരിത്തെരിപ്പിക്കുന്ന രീതിയിൽ എത്തിക്കാൻ സാധിച്ചത് ഇങ്ങയുടെ ക്യാമറ മൂവ്മെന്റ് ആണ്. അത് സ്റ്റണ്ണിങ് ആണോ ഒന്നും പറയാല, ടോപ്പാണ്. പിന്നെ ആ ലൊക്കേഷൻസും അതേപോലെ തന്നെയാണ്, നല്ല എന്താ പറയാ ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള ലൊക്കേഷൻസിന്റെ ഉള്ളിൽ കൂടെ ടോപ്പ് ക്യാമറ വർക്ക് എന്ന് പറയില്ലേ, അതാണ് ജോമോൻ ടി ജോണിന്റെ ഈ പടത്തിലെ വർക്ക്. പിന്നെ മ്യൂസിക്, അനിരുദ്ധിനെ കുറിച്ച് നമുക്ക് അറിയാലോ. ഒരു പടത്തില് ഒരു സീന് കുറേം കൂടി എലവേറ്റ് ചെയ്ത് ആളുകളിലേക്ക് ഒന്നുകൂടി തരിപ്പോടെ എൻഗേജിങ്ങോടെ എത്തിക്കാൻ മൂപ്പരുടെ BGM കഴിഞ്ഞിട്ടുള്ളൂ. അത് ഈ പടത്തിലെ ആവശ്യ സന്ദർഭങ്ങളിൽ മൂപ്പര് ഓരോ ഡോസ് ഇടും, ഓരോ സാധനങ്ങൾ ഇറക്കും. അപ്പൊ നമ്മളാ വൈബ് നമ്മളെ കറക്റ്റ് ആവും, നമ്മൾ മൂടാവും, നമുക്ക് ഇങ്ങനെ തരിപ്പ് വരും. അത് ഇതില് പെർഫെക്റ്റ് ആയിട്ട് അനിരുദ്ധ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങൾ, അപ്പൊ ഈ മൊത്തത്തിൽ ഇത് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മേക്ക് ചെയ്യാന്നാണ് ഡയറക്ടറുടെ ഒരു ക്വാളിറ്റി. അത് അത്യാവശ്യം നല്ല രീതിയിൽ ആള് ചെയ്തിട്ടുണ്ട്. ആളുടെ പ്രീവിയസ് വർക്കായിട്ടുള്ള ജേഴ്സീനായിട്ട് പ്ലീസ് നിങ്ങൾ കമ്പയർ ചെയ്തത് രണ്ട് വർക്കാണ്. ആ റേഞ്ച് അല്ല ഇതിലുള്ളത്. ഇതിൽ ഒരു സോളിഡ് ആക്ഷൻ പടത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഡെലിവറി ചെയ്യുക, അത് ഇങ്ങേര് കുഴപ്പമില്ലാതെ ചെയ്തു എന്നാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഇതിന്റെ ഒരു കഥയുടെ പോക്ക്, സ്ക്രീൻ പ്ലേ വേണമെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആക്കാമായിരുന്നു. കാരണം ഒരു ഹാഫ് സ്റ്റേജ് കഴിഞ്ഞപ്പോ ഉണ്ടായ സംഭവം എന്താ വെച്ചാല് ഇതിന്റെ കഥയിൽ എന്താണ് പറയണതെന്ന് ഒരു കൺഫ്യൂഷൻ ഉള്ള പോലെ തോന്നി. പിന്നെ റീസെന്റ് ഇറങ്ങിയിട്ടുള്ള തമിഴ് പടത്തിന് ചില കഥയോട് ഒരു സാമ്യം തോന്നിയാൽ കുറ്റം പറയാനും പറ്റില്ല. പക്ഷെ ഇതിന് ഡിഫറൻസ് ഓർ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞിട്ടുള്ള ഗ്രാൻഡ് ടെക്നിക്കൽ പ്രൊഡക്ഷൻ ക്വാളിറ്റിയുടെ മികവാണ്, മ്യൂസിക്കിന്റെ കഴിവാണ്, ഈ ലീഡിങ് ആക്ടിങ്ങിന്റെ ഒരു എനർജറ്റിക് ആയിട്ടുള്ള പെർഫോമൻസ് ആണ്. ഈ കാര്യങ്ങൾ നല്ല രീതിയിൽ ഒത്തുവന്നു. അപ്പൊ നമുക്ക് നല്ല രീതിയിൽ തന്നെ നല്ലൊരു തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. എനിക്ക് അങ്ങനെ അനുഭവപ്പെട്ടു. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം എന്റെ കമന്റ് സെക്ഷനിൽ പങ്കുവയ്ക്കുക. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, കമന്റ് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.